ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് മാങ്ങ കൊണ്ടുള്ള അടിപൊളി ബജ്ജി ഉണ്ടാക്കാം. അതിനായി 4 മാങ്ങ തൊലി കളഞ്ഞ് നീളത്തിലരിഞ്ഞതിലേക്ക് അല്പം പഞ്ചസാര ചേർത്ത് വയ്ക്കാം. ഒരു പാത്രത്തിൽ 2 കപ്പ് കടലമാവ്, 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അല്പം കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം ഗരം മസാലയും കൂടി ചേർത്ത് ഒന്ന് നല്ലോണം യോജിപ്പിക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിലാക്കുക. കടലപ്പൊടിയിൽ എപ്പോഴും കട്ടകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊടി നന്നായി അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ പരുവം നോക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം മാങ്ങ ഈ ബാറ്ററിൽ മുക്കി നോക്കാം. മാങ്ങ കഷ്ണത്തിന്മേൽ ബാറ്റർ നല്ലോണം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവം ശരിയാണ്. ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാവുമ്പോൾ ഓരോ മാങ്ങ കഷ്ണവും ഈ ബാറ്ററിൽ മുക്കി ഈ എണ്ണയിലേക്ക് ഇടുക. ഈ സമയം തീ സിമ്മിലേക്ക് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ മാങ്ങ കഷ്ണങ്ങൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കാവുന്നതാണ്. പുറം ക്രിസ്പിയായും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. എൻ്റെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചത്. ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് നല്ല മാങ്ങ കിട്ടുമ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കല്ലേ.